കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഉണ്ണിമോളും ഗിരിദേവനും വാവരും കൂടെ കൂടിയിട്ട് ജയന്തിന്റെ അമ്മയുടെ അരികിൽ എത്തിയിരിക്കുകയാണ്. പിന്നീട് ഉണ്ണിമോള് പറഞ്ഞു, അമ്മേ എവിടെയുണ്ടെന്ന് പറ ആ ചേട്ടൻ, ഇല്ലെങ്കിൽ എനിക്ക് വീട്ടിലേക്ക് ചെല്ലാൻ പറ്റില്ല. ആ നഷ്ടപ്പെട്ടു പോയ സ്വർണം തിരിച്ചു കൊണ്ടേ ഏൽപ്പിക്കണം, എങ്കിൽ മാത്രം ഉത്സവം നടക്കുള്ളൂ. എന്റെ മുത്തശ്ശിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, അതോടൊപ്പം തന്നെ എന്റെ ആഗ്രഹം. പറ്റില്ല എന്ന് പറയരുത് അമ്മേ, എവിടെയുണ്ടെന്ന് അമ്മയ്ക്ക് അറിയാമെങ്കിലും അമ്മയൊന്ന് പറഞ്ഞ, അല്ല എനിക്ക് വീട്ടിലേക്ക് പോകാൻ പോലും പറ്റില്ല. കമ്മിറ്റിക്കാർക്കെല്ലാം വാക്ക് കൊടുത്തിരിക്കുന്ന കാര്യമാണ്. ആചാരസ്ഥാനം എന്റെ മുത്തശ്ശിയുടെ കയ്യിൽ കിട്ടുകയും ചെയ്തു. ഇനി വാക്ക് മാറ്റി പറയാൻ പറ്റില്ല. മോളെ ഞാൻ പറഞ്ഞല്ലോ, അവൻ ഒരിക്കലും ഈ ചതി എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്ത് ചെയ്യാനാ, ഇനി അവൻ എങ്ങോട്ടാ പോയെന്ന് പോലും അറിയത്തില്ല. അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അറിയായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഞാൻ ഇതിനൊന്നും സമ്മതിക്കില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കും മോളെ, എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. അവനിനി എവിടെ പോയി തപ്പി കണ്ടുപിടിക്കാനായിട്ടാ. അവൻ ചിലപ്പോൾ ദൂരെ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓർത്ത് ആ അമ്മ കരയുവാണ്. ഈ സമയം ഗിരിദേവൻ പറഞ്ഞു, ദേ അമ്മ വെറുതെ കള്ളത്തരം പറയണ്ട. അമ്മയുടെ മോൻ ഇങ്ങനെ ചതി ചെയ്തതിൽ അമ്മയ്ക്ക് സന്തോഷമല്ലേ ഉള്ളെന്ന് ചോദിക്കുക. ദേ നീ എന്താ കുട്ടി പറയണേ, എനിക്ക് സന്തോഷം, അതെങ്ങനെ എനിക്ക് സന്തോഷിക്കാൻ പറ്റും? അമ്മയൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇവിടെ അത്യാവശ്യം തേങ്ങയും കുരുമുളകും എല്ലാം മോഷ്ടിച്ചോണ്ടിരുന്ന, അപ്പൊ ആ ചെറിയ ചെറിയ മോഷണം നടത്തിയപ്പോ അമ്മ ചെറിയ മോഷണമല്ലേ നടത്തിയെന്നും പറഞ്ഞിരുന്നു. പിന്നെ ഇത്രയും വലിയ മോഷണം നടത്തിയപ്പോ അമ്മയുടെ മനസ്സിലൊരു വിചാരമുണ്ട്, അവൻ അങ്ങനെയെങ്കിലും പോയി രക്ഷപ്പെട്ടെ, ഇനി ഇവിടെ കിടന്ന് ഇങ്ങനെ മോഷ്ടിക്കില്ലല്ലോ, ഇതോടുകൂടി അവൻ നന്നാകൂലോ എന്നൊരു ചിന്ത അമ്മയുടെ മനസ്സിലില്ലേ? സത്യമില്ലേ ഞാൻ പറഞ്ഞെന്ന് ചോദിക്കുക. ഇത് കൊച്ചൻ നീ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല. ഉണ്ണിമോള് പെട്ടെന്ന് പറഞ്ഞു, ഇതെന്താ ഗിരിദേവ ഇങ്ങനെ പറയണേ? അമ്മ പാവ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ പറയണേ. പാവര് പറഞ്ഞു, ഗിരിദേവൻ പറഞ്ഞില്ല എന്താ തെറ്റിരിക്കുന്നേ? ശരിയായിട്ടുള്ള കാര്യമല്ലേ പറഞ്ഞേ. ആ അമ്മ ചെറിയ മോഷണങ്ങളൊക്കെ നടത്തുമ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ലേ ഇത്തരം വലിയ മോഷണം നടത്തി കഴിഞ്ഞപ്പോൾ അമ്മയുടെ മനസ്സിൽ സന്തോഷമായിരിക്കും. ഇനിയിപ്പൊ നാട്ടുകാരെ പേടിക്കണ്ടല്ലോ, നാട്ടുകാരെ കള്ളനെന്ന് വിളിച്ച് അധിക്ഷേപിക്കത്തില്ല, എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ എന്നൊരു ചിന്തയായിരിക്കും. ഇതേ കൊച്ചെ വെറുതെ അനാവശ്യം പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ ഞാൻ അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. എന്നാ പിന്നെ അമ്മ എന്തിനാ അമ്മയുടെ മോന് കള്ളനാന്ന് അറിഞ്ഞിട്ടും ഈ സ്വർണം കൊടുക്കാൻ സമ്മതിച്ചേ? പെട്ടെന്ന് വാവര് വെച്ചു, അമ്മയുടെ മോന് ഒരു ശില്പിയാണോ? അല്ല. ഇതിനു മുമ്പ് എന്തേലും വിഗ്രഹങ്ങൾ എന്തേലും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. ആകെപ്പാടൊരു ഗുണം എന്ന് പറഞ്ഞാൽ ആ കാളിദാസൻ എന്ന ആ വലിയ ശില്പിയുടെ മകനായി പിറന്ന ആ ഒരു ഗുണഗണം വെച്ചാണോ അമ്മ അത്രയും സ്വർണം കൊടുക്കാനായിട്ട് പറഞ്ഞത്? ഉണ്ണിമോളെ കൊണ്ട് ആ സ്വർണം കുടിപ്പിച്ചേ, ആ തെറ്റല്ലേ അമ്മ ചെയ്തേന്ന് ചോദിക്കുക. അതൊക്കെ ശരി തന്നെയാ, പക്ഷെ ഞാൻ വിചാരിച്ചില്ല അവൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന്. അവൻ നന്നാവുന്നാ ഞാൻ വിചാരിച്ചേ, പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ഏൽപ്പിച്ചേ. പെട്ടെന്ന് ഉണ്ണിമോള് പറഞ്ഞു, അല്ല ഗിരിദേവനും അവരും എന്തിനാ കുറ്റം പറഞ്ഞേ? ഗിരിദേവൻ പറഞ്ഞില്ലായിരുന്നോ ആ സ്വർണം കൊടുത്തേ കുണ്ണിമോളെ, അയാൾ പണിത് തരുമെന്നോ? ഗിരിദേവൻ പറഞ്ഞോണ്ടല്ലേ ഞാൻ ആ സ്വർണം കൊടുത്തേ. അതൊക്കെ തന്നെ, ഞാൻ ഈ അമ്മയുടെ വാക്ക് വിശ്വസിച്ചാ ഞാൻ ഉണ്ണിമോളോട് അങ്ങനെ പറഞ്ഞേ. പക്ഷെ ഇങ്ങനെയായി തീരുമെന്ന് അറിഞ്ഞില്ലല്ലോ. പെട്ടെന്ന് അവരുടെ അമ്മ ജയന്തന്റെ അമ്മ ഭവാനി പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ പക്ഷെ എന്നെ കള്ളീന്ന് മാത്രം വിളിക്കരുത്. അറിയാലോ, ഒരു കാരണവശാലും അവനെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നുമായിരിക്കും, പക്ഷെ ഞാൻ അവനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അവൻ എങ്ങോട്ടാ പോയെന്ന് പോലും അറിയത്തില്ല. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഗിരിദേവൻ പറഞ്ഞു, അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യുക, അയാളെ പോയി തപ്പി അന്വേഷിച്ചുകൊണ്ട് വാ. എവിടെയാന്ന് വെച്ചാൽ ആ സ്വർണം കണ്ടെടുത്ത് ഉണ്ണിമോക്ക് കൊടുക്കാൻ പറയണം. അതിപ്പോ എവിടെയാ കൊച്ചാ ഞാൻ പോണേ അന്വേഷിച്ച? എനിക്കറിയാവോ എവിടെയാന്ന് അന്വേഷിച്ചോണ്ടാ ഞാൻ പോണേ. അതും വയ്യാത്ത ഞാന്. പെട്ടെന്ന് ഉണ്ണിമോള് പറഞ്ഞു, ഗിരിദേവൻ എന്താ പറയണേ? അമ്മയ്ക്ക് വയ്യാത്താന്നറിയാലോ, കുറച്ച് ദൂരം പോലും നടക്കാൻ പോലും പറ്റില്ല, മരുന്നും ഒന്നും ഇല്ലാതെ. അപ്പൊ അങ്ങനെയുള്ള അമ്മേനെ അമ്മ എവിടെ പോയി അന്വേഷിക്കാനാ? ഗിരിദേവൻ പറഞ്ഞു, അതൊക്കെ നടക്കും. പെട്ടെന്ന് ആ അമ്മയ്ക്ക് ദേഷ്യം വന്നു. അതെ, ഇത്രയൊക്കെ നീ പറഞ്ഞല്ലേ, ഒരു കാര്യം ചെയ്യാം, എന്റെ മോൻ എവിടെ ഉണ്ടെങ്കിലും ഞാൻ അവനെ കണ്ടുപിടിക്കും. അവനെ സ്വർണം അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും. ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞ് അവരെ കൊണ്ട് എഴുന്നേറ്റ് പോവാ. ഈ സമയത്ത് ഉണ്ണിമോള് പറഞ്ഞു, അത് ഗിരിദേവ പോകല്ലെന്ന് പറ ഗിരിദേവ, അവര് പോയിട്ട് വരട്ടെ, എന്നാ ഞാനും പോവാ ആ കൂടെ. അന്ന് ഗിരിദേവനും അവരും എൻ്റെ കൂടെ വരാൻ പറഞ്ഞ് രണ്ടുപേരുടെയും കൈ പിടിക്കുവാണ്. അങ്ങനെ അവരെയും വിളിച്ചോണ്ട് ആ പുറകെ അങ്ങോട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്ന ജയൻ ഇങ്ങനെ അസ്വസ്ഥപ്പെട്ട് മുറ്റത്തോടെ നടക്കുന്ന സമയത്ത് മിനി അടുത്തേക്ക് വരുന്നത്. അല്ല ജയേട്ടാ, ഇതിപ്പോ എങ്ങനെയായി തീരും? എനിക്കറിയത്തില്ല എൻ്റെ മിനി. അല്ല സ്വർണ്ണാഭരണം കിട്ടിയില്ലെങ്കിൽ ആടയാഭരണങ്ങൾ പണിയാൻ പറ്റത്തില്ലോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തേലും വഴി കാണുമായിരിക്കും. ആ പിള്ളേര് പോയിട്ടില്ല, അവര് പക്ഷെ അവിടെ കിട്ടിയോ സ്വർണം കിട്ടിയോന്നും അറിയത്തില്ലോ, തിരുവാഭരണം പണിയാനുള്ളേ. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാജീവനും അനുപമയും കൂടെ അങ്ങോട്ട് വരുന്നത്. അവര് വന്നിട്ട് വന്നപ്പോ തന്നെ ചോദിച്ചു, അല്ല തിരുവാഭരണം പണിയാനുള്ള സ്വർണം കിട്ടിയോ ചേട്ടൻ? നിൽക്കുക എവിടെ നിന്ന് കിട്ടാനാ? അതുമായിട്ട് അവൻ മുങ്ങിയില്ലേന്ന് ചോദിക്കുക. ഈ സമയം മിനി പറഞ്ഞു, അന്ന് നമുക്കൊരു പരാതി കൊണ്ടേ കൊടുത്താലോ പോലീസ് സ്റ്റേഷനിൽ? പരാതി കൊടുക്കാനാ? നല്ല കഥയെ. പരാതി കൊടുത്തിട്ട് അവർ അന്വേഷണത്തിന് വരും. അവർ ചോദിക്കും, 1-2 രൂപയുടെ സ്വർണ്ണമൊന്നുമല്ല,
ലക്ഷങ്ങളുടെ സ്വർണ്ണമാ. ഈ സ്വർണം എവിടെ നിന്ന് കിട്ടി, എങ്ങനെ വന്നെന്നൊക്കെ പറയേണ്ടി വരും. നമ്മൾ ഈ അയ്യപ്പസ്വാമി എന്നൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അതൊന്നും വിശ്വാസമില്ല, അറിയാലോ. പിന്നെ അവസാനം നമ്മൾ പോയി അകത്ത് കിടക്കേണ്ടി വരും. അതിന്റെ ആവശ്യമുണ്ടോയെന്ന് ചോദിക്കുക. ഓ, അത്ര ഞാൻ ചിന്തിച്ചില്ല എന്ന് മിനി പറയാണ്. ഈ സമയത്ത് അനുഭവം പറഞ്ഞു, അതെ, ഒരു കാര്യം ചെയ്യട്ടെ, ഞങ്ങൾ അകത്തേക്ക് എന്ന് അമ്മേനെ ഒന്ന് കാണട്ടെ. അമ്മ അകത്തില്ലേന്ന് ചോദിക്കും. അമ്മയുണ്ട്. അമ്മ ഇനിയിപ്പോ പുറത്തിറങ്ങുമോ? അമ്മ ഇനി പൂജകളും കാര്യങ്ങളുമായിട്ട് ഇരിക്കത്തല്ലേ ഉള്ളൂ. അമ്മ ആചാരസ്ഥാനത്തിരിക്കുന്ന ആളല്ലേ. ഇനിയിപ്പോ അയ്യപ്പ ഭഗവാന്റെ ഉത്സവം കഴിഞ്ഞാൽ മാത്രം അമ്മയ്ക്കൊരു സമാധാനം ആവുള്ളൂ പറയാണ്. ഈ സമയം അനുപമയും രാജീവനും കൂടെ അകത്തേക്ക് കയറി ചെല്ലുവാണ്. അങ്ങനെ ചെല്ലുമ്പോൾ മുത്തശ്ശി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ മുത്തശ്ശിയുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, അല്ല, ഉണ്ണിമോള് വന്നോ? ഉണ്ണിമോൾ ആ സ്വർണ്ണമൊക്കെ കൊണ്ടു തന്നോമ്മേ ഉത്സവം നടത്താനുള്ള? ഇല്ല മോനെ, എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. കൃത്യസമയത്ത് തന്നെ ഉത്സവം നടത്തുവാൻ വേണം. അമ്മ അതും വിശ്വസിച്ചിപ്പോ ഇരിക്കുവാണോ? എന്താ മോനെ അങ്ങനെ പറഞ്ഞ്? അല്ല, ഇനിയിപ്പോ കൊണ്ടുവന്നില്ലെങ്കിൽ അവിടെ ഉത്സവം നടക്കുവോ? ഉത്സവം മാറ്റി വെക്കേണ്ട വരില്ലേന്ന് ചോദിക്കാം. അല്ല, അത് പിന്നെ അയ്യപ്പസ്വാമി അങ്ങനെയൊന്നും വരത്തില്ല. അയ്യപ്പസ്വാമിയാണ് എന്റെ മനസ്സിൽ തോന്നിച്ചേ. അപ്പൊ അതിനായിട്ടുള്ള പണം കൊണ്ടു തന്നു. അതുപോലെ ആടയാഭരണങ്ങൾ പണിയാനുള്ള സ്വർണ്ണം ഉണ്ണിമോൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. അതല്ല അയ്യപ്പസ്വാമിയുടെ ഒരു കടാക്ഷമാണ് ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ ഉറപ്പായിട്ടും അയ്യപ്പസ്വാമി ഈ ഉത്സവം നടത്താനുള്ള ആടയാഭരണങ്ങളും കൊണ്ടുവരും. ആ സ്വർണ്ണാഭരണങ്ങൾ കിട്ടുമെന്ന് പറയാം. പെട്ടെന്ന് അനു പറഞ്ഞു, അമ്മ അതൊക്കെ നടക്കുന്ന കാര്യമാണോ? എങ്ങനെ കൃത്യസമയത്ത് കിട്ടിയില്ലെങ്കിലോ എന്ത് ചെയ്യും? എല്ലാവരുടെ മുന്നിൽ നാണം കിടും, ഉത്സവം മുടങ്ങും. അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുക. അതെന്താ അനുപ നീ അങ്ങനെ പറഞ്ഞ്? നീ അങ്ങനെയാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ചോദിക്കുക. അതെ, അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല. ഉത്സവം നടത്തുമെന്ന് പറഞ്ഞാൽ നടത്തും. ഈ സമയം മിനി ചോദിച്ചാൽ കുറെ സമയമായാലും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താ കാര്യം? എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കുക. അനുമയ്ക്ക് തോന്നി ഇനിയിപ്പം മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അങ്ങനെ അനുമ പറഞ്ഞു, അതെ, ഒരു കാര്യമുണ്ട്. നിങ്ങളോട് എങ്ങനെ പറയുമെന്ന് ഓർത്ത് ഞാൻ ഇരുന്നാ. അല്ല, എന്താ കാര്യം? അല്ല, നീ ജോലിക്കാര്യത്തിന് പോയിട്ട് എങ്ങനെയായി? ജോലി ശരിയായെന്ന് ചോദിക്കുക. അതിനെക്കുറിച്ച് തന്നെ പറയാൻ വരുന്ന അനുഭവം അറിയാം. ജോലിക്കാര്യത്തിന്റെ കാര്യത്തിന് വേണ്ടിയാ പോയത്. പറഞ്ഞില്ലായിരുന്നോ? കാർത്തികേയ മുതലാളി എന്ന് പറഞ്ഞ വലിയൊരു മുതലാളി, അയാളെ കണ്ടായിരുന്നു. അങ്ങനെ അയാളുടെ ദുബായ് നടത്തുന്ന സൂപ്പർ മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് ഒരു മാനേജർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ മാനേജർ പോസ്റ്റും കിട്ടുകയും ചെയ്യും. ഉടനെ തന്നെ പോയി ജോയിൻ ചെയ്യാന്ന് പറയാം. പെട്ടെന്ന് മുത്തശ്ശി ചോദിച്ചു, അല്ല മോനെ, ആ സന്തോഷകരമായ കാര്യമാണല്ലോ. ഈ അയ്യപ്പസ്വാമിയുടെ ഉത്സവം നടത്തുന്ന സമയത്ത് നിനക്കൊരു സന്തോഷ വാർത്തയാണല്ലോ കിട്ടിയേക്കുന്നത്. അപ്പൊ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം അത്. അതുകൊണ്ട് അയ്യപ്പസ്വാമിയുടെ ഉത്സവം നമുക്ക് ഗംഭീരമായിട്ട് നടത്തണം എന്ന് പറയാം. പെട്ടെന്ന് അനുഭവം പറഞ്ഞു, അതിനകത്തൊരു പ്രശ്നമുണ്ട്. മിനി ചോദിച്ചു, എന്ത് പ്രശ്നമുള്ളത്? ജോലി ശരിയാൻ തരാന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്താ പ്രശ്നമുള്ളത്? അതല്ല, അയാളുടെ അമ്മയ്ക്ക് ഷഷ്ടിപൂർത്തിയാവുക ഈ അടുത്ത ദിവസം. ഷഷ്ടിപൂർത്തിയാവുന്ന സമയത്ത് അയാൾ സദ്യയൊക്കെ വെച്ച് ആൾക്കാരെ വിളിക്കാനല്ല തീരുമാനിച്ചിരിക്കുന്നത്. അയാളുടെ അമ്മയ്ക്ക് വലിയ ആഗ്രഹമുണ്ട് ഈ ക്ഷേത്രത്തിൽ ഉത്സവം നടത്തണമെന്ന്. അപ്പൊ ഈ ക്ഷേത്രത്തിൽ ഉത്സവം നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളോട് സംസാരിച്ചേ. അമ്മ ഈ ആചാരസ്ഥാനത്ത് നിന്ന് മാറുവാണെങ്കിൽ അവർ ഈ ഉത്സവം ഏറ്റെടുത്ത് നല്ല ഗംഭീരമായിട്ട് നടത്തിക്കോളും. നമ്മൾ നടത്തേക്കാൾ നല്ല വൃത്തിക്ക് നടത്തുമെന്ന് പറയാം. പെട്ടെന്ന് മുത്തശ്ശി പറഞ്ഞു, ആചാരസ്ഥാനം വിട്ടുകൊടുക്കാനോ? ഉത്സവം നടത്താതിരിക്കാനോ? അതൊന്നും നടക്കില്ല. കണ്ടോ, അമ്മ അമ്മയുടെ തനി സ്വരൂപം ഇറക്കുന്നുണ്ടോ? അമ്മേ, ഞാനൊന്ന് രക്ഷപ്പെട്ട് പോട്ടെ അമ്മേ, എങ്ങനെയെങ്കിലും. അനുഭവം പറഞ്ഞു, ഇപ്പൊ തന്നെ കടവും കടത്തിന്റെ കൂടുമായിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഈ സമയം രാജീവൻ പറഞ്ഞു, ശരിയാ, അമ്മയ്ക്ക് അറിയാലോ ആ വീട് പണയം വെച്ച് എന്തിനാന്നുള്ള കാര്യത്തിന്. അതുകൊണ്ട് ഇനി കൂടുതലൊന്നും പറയണ്ട. ഈ സമയത്ത് രക്ഷിക്കേണ്ട കടമ അമ്മയ്ക്കില്ലേ? ആ ഉത്സവം നടത്താനായിട്ട് അവരെ ഏൽപ്പിച്ചാൽ മാത്രം മതി. അല്ലെങ്കിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾ കിട്ടുമോന്ന് പോലും അറിയത്തില്ല. അവരാണെങ്കിൽ അതെല്ലാം വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തോളും. പിന്നെ എന്താ കുഴപ്പം? ഒന്ന് സമ്മതിക്കമ്മേന്ന് പറയാണ്. ഈ സമയത്ത് ജയനും പറഞ്ഞു, ശരിയാണല്ലോ, ജോലി കിട്ടുമെങ്കിൽ ഇവന്റെ കഷ്ടതകളൊക്കെ മാറുമെങ്കിൽ നല്ല കാര്യമല്ലേ. അതും ദുബായിലൊക്കെ ഒരു സൂപ്പർ മാർക്കറ്റ് മാനേജറാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല, നല്ല സാലറിയും കാണും. അപ്പൊ അമ്മ എങ്ങനെ സമ്മതിക്കുക? അല്ലെങ്കിൽ ഉത്സവം നടത്താൻ പറ്റുമെന്ന് പോലും അറിയില്ല. തിരുവാഭരണം പണിയാനുള്ള സ്വർണം കിട്ടിയില്ലെങ്കിൽ എങ്ങനെ ഉത്സവം നടത്താനാ? ആൾക്കാരുടെ മുന്നിൽ നാണം കെട്ടു പോകും. അതിന്റെ ആവശ്യമുണ്ടോ? അതിനു മുമ്പ് അമ്മ ഒരു കാര്യം ചെയ്യ, ആ ആചാരസ്ഥാനത്ത് അങ്ങോട്ട് മാറിക്കൊടുക്കാൻ പറയാം. പെട്ടെന്ന് ദേവികമ്മയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. ദേവിയമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ സമയം വിനോദ് വന്നിട്ട് പറഞ്ഞു, അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അമ്മയുടെ ആഗ്രഹം തന്നെ നടക്കുമെന്ന് പറയാം. ഓ, നിനക്കതൊക്കെ പറയാലോ, നിനക്ക് പല ടെക്സ്റ്റൈൽ ഷോപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ. പെട്ടെന്ന് വിനോദ് പറഞ്ഞു, ജയനോട് പറഞ്ഞു, ജയേട്ട അങ്ങനെയല്ല, അവനവൻ കഷ്ടപ്പെട്ട് വേണം അവനവൻ ജോലി സമ്പാദിക്കാനായിട്ട്, അല്ലാതെ ഇല്ല. ഓ, നീ വലിയ കഷ്ടപ്പെട്ടാണല്ലോ സമ്പാദിച്ച് വെച്ചിരിക്കുന്നേ. എടാ, നിന്റെ ഭാര്യയുടെ കൈ സ്വർണ്ണം ഉണ്ടായാൽ നീ രക്ഷപ്പെട്ടു. ഞങ്ങളുടെ കൈ നാഗമാണിക്കൊന്നും ഇല്ല, അതാന്ന് പറയാണ്. രാജീവനും പറഞ്ഞു, ശരിയാ ജയേട്ടൻ പറഞ്ഞേ. ഈ സമയം അനുസൂയക്കോട് ദേഷ്യം വന്നു. അനുസൂയ പറഞ്ഞു, അതെ, അങ്ങനെ പറയൊന്നും വേണ്ട. എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ ഭർത്താവിനാ. ഞങ്ങൾ ഇനി ജീവിക്കാൻ വേണ്ടി എന്റെ സ്വർണം പണയം വെച്ചാൽ ഇപ്പൊ എന്താ തെറ്റിരിക്കുന്നത്? അതെന്റെ വിനോദനെ എനിക്ക് എടുത്തു തന്നോളൂ. പിന്നെ ആരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊന്നും അല്ലല്ലോ, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ലേ. പിന്നെ അതിന്റെ പേര് നിങ്ങൾ തമ്മിലൊരു തർക്കം വേണ്ടെന്ന് പറയാണ്. അവസാനം രാജീവൻ പറഞ്ഞു, ഇനിയിപ്പോ ഞാൻ തർക്കിക്കാനും വരുന്ന ഒന്നും വരുന്നില്ല, പറയാനുള്ളത് പറഞ്ഞു. ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ ആയിക്കുമെന്ന് പറഞ്ഞും കൂടെ ഇറങ്ങി പോവാണ്. ഈ സമയത്ത് മുത്തശ്ശിനെയും
അനസൂയനെ എല്ലാവരും നോക്കിയിട്ട് ജയനും അങ്ങോട്ട് ഇറങ്ങി പോവാണ്. മുത്തശ്ശിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ മട്ടി മുത്തശ്ശി തകർന്ന് അടിഞ്ഞ് നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്ന ഭവാനിയമ്മേ ഉണ്ണിമോളും ഗിരിദേവനും നടക്കുന്ന സമയത്ത് അങ്ങോട്ട് ലെമ്പു വരുന്നത്. ലെമ്പുവിനെ കണ്ട് ഉണ്ണിമോളും ആഹാ ലെമ്പു വന്നിരിക്കുന്നുണ്ടല്ലോ, ഇന്നും വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കിയിട്ടാണ് ഇറങ്ങി പോകുന്നതെന്ന് ചോദിക്കുക. അത് ഇന്നെന്തിനാ വഴക്കുണ്ടാക്കിയത്? ഇന്ന് കടുംപായസത്തിനാ. ഞാൻ അവിടെ ഇരുന്ന് കടുംപായസം മൊത്തം എടുത്ത് കുടിച്ചു. അതിനമ്മ എന്നെ വഴക്ക് പറഞ്ഞ് ഇറക്കി വിട്ടു. ഇതൊക്കെ സ്ഥിരമായിട്ടുള്ളതാന്നേ, ഞാൻ അത്ര കാര്യമാക്കാറില്ല. അല്ല നിങ്ങൾ എങ്ങോട്ടാ? പിന്നീട് സ്വർണം തട്ടിപ്പോയ കഥകളൊക്കെ പറയണം. ഓ അങ്ങനെയാണ്, ഞങ്ങൾ അന്വേഷിച്ചിറങ്ങുമെന്ന് പറയാ. പക്ഷെ ഇതുവരെയായിട്ടും കണ്ടു കിട്ടിയിട്ടില്ല. എവിടെയാ നീ അമ്മയ്ക്കൊട്ട് അറിയത്തുമില്ല. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ അമ്മ അവരെ കാണുന്നേ, ജയന്തന്റെ കൂട്ടുകാരെ. നേരെ അങ്ങോട്ട് ചെല്ലുവാണ്. എടാ നിങ്ങളൊക്കെ കൂടി എന്റെ മകനെ ചീത്തയായത് സത്യം പറയടാ, എന്റെ മകൻ എങ്ങോട്ട് പോയെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും അമ്മേര് പറഞ്ഞു, പിന്നെ നിങ്ങളുടെ മകനെ ഞങ്ങളൊന്ന് പോക്കറ്റ് വെച്ചുകൊണ്ടിരിക്കുവല്ലേ, മര്യാദയ്ക്ക് ഇരുന്നോണം, ഞങ്ങൾക്കൊന്നും അറിയത്തില്ല അവൻ എങ്ങോട്ട് പോയെന്ന്. എടാ കള്ളത്തരം പറയലടാ, ഞാൻ അമ്മയല്ലേടാ, എനിക്ക് ആ സത്യാവസ്ഥ അറിയണ്ടല്ലേ. ഈ പിള്ളേര് തന്നെ കണ്ടില്ലേ, പിള്ളേര് അവനെ അന്വേഷിച്ച് വന്നാ അവനാ സ്വർണ്ണം അടിച്ചുകൊണ്ടാ പോയേക്കുന്നേ. എത്ര വലിയ ദുഷ്ടത്തര കാണിച്ചെന്നറിയാവോ? ഭഗവാന് ചാർത്താനുള്ള ആടയാഭരണങ്ങൾ പണിയാണ് സ്വർണ്ണം വരുന്നത്. ആ സ്വർണ്ണം അടിച്ചു മാറ്റിക്കൊണ്ടാ അവൻ പോയേക്കുന്നേ. അവൻ എവിടെയുണ്ടെന്ന് പറ, അവൻ അധിക ദൂരമൊന്നും പോകാൻ വഴിയില്ല. എന്തേലും എന്നോട് സത്യം പറ. പിന്നെ സത്യം പറഞ്ഞു പോലും ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ല. അവന് ഇതിലൂടെയും പോട്ടെ, ഏലേ പോയി അറിയാമെങ്കിൽ പോലും പറയില്ല എന്ന് പറയണം. ഇതും പറഞ്ഞിട്ട് അവന്മാരങ്ങോട്ട് പോയി. ഉണ്ണിമോൾക്ക് വല്ലാത്ത സങ്കടമായി. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും ഗിരിദേവ? ഉണ്ണിമോള് വിഷമിക്കാതിരിക്കുക, പരിഹാരം ഉണ്ടാക്കാന്ന് പറയാണ്. പിന്നീട് അവന്മാര് പോകുന്ന വഴിയില് ഗിരിദേവനും ലെമ്പും കൂടെ അങ്ങനെ നിൽക്കുന്നേ. പെട്ടെന്ന് അമ്മ ചോദിച്ചു, എന്താടാ വന്നേക്കുന്നത്? വഴിന്ന് മാറാന്ന് പറയണ. വഴിന്ന് മാറുന്നില്ല, ഇവിടെ തന്നെ നിൽക്കും. നിനക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാനായിട്ട് വെല്ലുവിളിക്കുകയാണ് ഗിരിദേവനും ലെമ്പും കൂടെ അവരെ. പെട്ടെന്ന് നീ ഒരു പീറ ചെറുക്കൻ, നീ കാണിച്ചു തരാടാന്ന് പറഞ്ഞ് നിന്നെ ഒന്ന് വിരളി തോണ്ടി എറിയാൻ പോലും ഇല്ലല്ലോ. പിന്നെയാണ് അവന്റെ നാക്കിന്റെ നീളം. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ ലെമ്പു പറഞ്ഞു, അതെ ചേട്ടാ ഞാനൊന്ന് തൊട്ടാ ചേട്ടാ പമ്പരം പോലെ കാണണമെന്ന് ചോദിക്കണം. കാണണോടാന്ന് പറയണേ. ഈ സമയത്ത് ഉണ്ണിമോളും അവരൊക്കെ അങ്ങോട്ട് വരുന്നേ, ഉണ്ണിമോളും ഭവാനിയമ്മ അങ്ങോട്ട് വരുന്നേ. അപ്പൊ അവരൊന്ന് നിന്ന് കഴിഞ്ഞപ്പോഴത്തേന് ലെമ്പു എന്ത് ചെയ്യണം, അപ്പൊ അതൊക്കെ അതിലൊരുത്തന്റെ വയറായാലൊന്ന് തൊടുവാണ്. അങ്ങനെ ആ തൊട്ട് കഴിഞ്ഞപ്പോഴത്തേന് അവൻ പമ്പരം പോലെ ഒന്ന് കറങ്ങാൻ തുടങ്ങി. ഇത് കണ്ടോ മറ്റവൻ പേടിച്ചുപോയി. ലെമ്പു ചോദിച്ചു, നിന്നെ തൊടണമെന്ന് നിൽക്കണം. വേണ്ട വേണ്ട എന്നെ തൊടുവൊന്നും വേണ്ടെന്ന് പറയണ. ഇതൊക്കെ കണ്ട് അന്തം വിട്ട് അത്ഭുതപ്പെട്ട് നിൽക്കുവാണ് ഭവാനിയമ്മ ഉണ്ണിമോളും ഒക്കെ. അപ്പൊ അതിന്റെ നല്ല നല്ല വിശേഷങ്ങളാണ് ഇന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു. നന്ദി.